മക്കളെ ചൊല്ലി പ്രയാസത്തോടുകൂടി ഇരിക്കുന്ന അപ്പന്മാർ ഈ കൂട്ടത്തിലുണ്ട്, അമ്മമാർ ഈ കൂട്ടത്തിലുണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ മാനസികമായി വളരെ തളർന്നിരിക്കുന്ന വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. മാനസികമായി തകർന്നോ? നീ ഒരു അപ്പനാണ്, നീ ഒരു ഉദ്യോഗസ്ഥനാണ്, നീ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ നിന്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കപ്പെടുമ്പോൾ നിനക്ക് സമാധാനമില്ല. അവൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിക്കപ്പെടുമ്പോൾ നിനക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അവൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മാത്രമായിരിക്കപ്പെടുന്നു. എല്ലാം ശരിയായിരിക്കുന്നു, എൻ്റെ കുട്ടിയും കൂടെ നല്ല മാർക്ക് മേടിച്ചെങ്കിൽ നന്നായിരുന്നേനെ, എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം കൂടെ ഒന്ന് ശരിയായിരുന്നെങ്കിൽ നല്ലതായി വന്നേനെ. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോയി സൗഖ്യമായില്ല, എൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ വൈദ്യന്മാരുടെ അടുക്കൽ പോയി എനിക്ക് സൗഖ്യമായില്ല. എൻ്റെ കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയാലേ സൗഖ്യം കിട്ടത്തുള്ളൂ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പോകുന്നത് യേശുവിന്റെ അടുക്കലേക്കല്ലയോ, എന്റെ കുട്ടിയെ യേശു നോക്കിക്കൊള്ളോ. ഇന്ന് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയപ്പെടുമോ? നിന്റെ സകല പ്രശ്നങ്ങളെ യേശു നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നവർ, യേശു എന്റെ വീട്ടിൽ എന്റെ രോഗിയായ ഭർത്താവിനെ ഇട്ടേറ്റാ ഞാൻ വന്നത്, പക്ഷേ യേശു നോക്കിക്കൊള്ളോ. ഈ കുഞ്ഞിനെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. യേശു നോക്കിക്കൊള്ളു. ചിലരുടെ കണ്ണുനീര് കണ്ടാൽ എന്റെ കർത്താവിന് അവിടെ ഇരിക്കാനായിട്ട് കഴിയത്തില്ല. കരയുന്നവരോടുകൂടെ കരയുന്ന കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുമെങ്കിൽ നിന്റെ തലമുറകൾക്ക് വേണ്ടി കരയാൻ മനസ്സുണ്ടോ? നിന്റെ മക്കൾക്ക് വേണ്ടി കരയാൻ മനസ്സുണ്ടോ? നിന്റെ കുടുംബത്തിന് വേണ്ടി കരയാൻ മനസ്സുണ്ടോ? നിന്റെ ഭർത്താവിന് വേണ്ടി കരയാൻ മനസ്സുണ്ടോ? നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി കരയാൻ മനസ്സുണ്ടോ? ഇന്നലെ വരെ നീ പ്രവർത്തിച്ചിട്ട് ശരിയാകാത്തത് ദൈവസന്നിധിയിൽ വന്ന് കരയാൻ തുടങ്ങുന്നു എങ്കിൽ ആ കണ്ണുനീരിന് ദൈവം ഒരു ഫലം കൊടുക്കും. നിന്റെ അപ്പൻ ആർക്ക് വേണ്ടി ഉപവസിച്ചു എന്ന് നിനക്കറിയാവോ? നിന്റെ അമ്മ ആർക്ക് വേണ്ടിയിട്ടാണ് ഉപവസിച്ചു എന്ന് നിനക്കറിയാവോ? ആരുടെ മുമ്പിൽ തലകുനിക്കാത്ത ഈ പുരുഷനുണ്ടല്ലോ, ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തലകുനിച്ച് നിൽക്കുന്നുവെന്ന് നീ മറക്കരുത്. ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആർക്കും തോറ്റുകൊടുക്കാതെ പോയ സ്ത്രീ, ആർക്കും വിട്ടുകൊടുക്കാതെ നിന്ന സ്ത്രീ, സ്വന്തം കുഞ്ഞിന്റെ വിഷയം വന്നപ്പോൾ എനിക്കിതൊന്നുമല്ലൊരു വിഷയം, എൻ്റെ കുട്ടി എനിക്ക് മടക്കി കൊണ്ടുവരണം, എൻ്റെ കുട്ടി എനിക്ക് രക്ഷപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെ എനിക്ക് മടക്കി കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ആരുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടതായിട്ട് കടന്നു വന്നാലും കുഴപ്പമില്ല, ഞാനത് കേൾക്കാൻ റെഡിയാണ്. പക്ഷെ എൻ്റെ കുടുംബത്തിലൊരു വിടുതൽ വേണം. ഇന്ന് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനമേ, നിന്നെ അവൻ നിന്ന് കേൾപ്പിക്കത്തില്ല, നിന്നെ അവൻ പരിഹാസത്തിൽ ഏൽപ്പിക്കത്തില്ല. നിന്റെ കണ്ണുനീരിന് ഫലമുണ്ട്. നീ പോയിട്ട് നിനക്ക് എന്നാ ഫലം കിട്ടി? നീ പോയിട്ട് നിനക്ക് എന്തെങ്കിലും മാറ്റം കിട്ടിയോ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിശാച ഹൃദയത്തിനകത്ത് കയറി എത്രയോ പ്രാവശ്യം മന്ത്രിച്ചു. ഫലമില്ലാത്തടത്തല്ലേ നീ കയറി ഇറങ്ങുന്നത്? നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാത്ത വ്യക്തിയുടെ അടുക്കലേക്കല്ലയോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവൻ മനസ്സലിയുന്ന കർത്താവാണ്. തൽക്കാലത്തിലേക്ക് ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് എന്റെ വിഷയത്തിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തിരിഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പിന്മാറി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇനിയും എന്റെ യേശുവിനെ പിൻപറ്റും. നിന്റെ ഉയർച്ച വലുതാണെങ്കിൽ നീ അത്രത്തോളം കൂടുതൽ കരയേണ്ടി വരും. നിന്റെ അനുഗ്രഹം വളരെ വലുതായിരിക്കുന്നുവെങ്കിൽ അത്രത്തോളം നീ നിന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. നിന്റെ ഉയർച്ച അത്രത്തോളം വലുതായിരിക്കുന്നുവെങ്കിൽ അത്രത്തോളം നീ മാനക്കേട് നാണക്കേട് അനുഭവിക്കേണ്ടി വരും. നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും വളരെ വലുതായിരിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ നീ ചോദിക്കുന്നതിന് അപ്പപ്പോ ഉത്തരം തരത്തില്ല. എന്റെ കർത്താവെ അഭിനയിക്കും. സ്നേഹമുണ്ടായിരുന്നിട്ട് സ്നേഹമില്ലാതെ അഭിനയിക്കുമ്പോൾ പിന്മാറി പോകരുത്, തള്ളി പറഞ്ഞേച്ചു പോകരുത്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞു ആ ക്രിസ്തുവിന്റെ സന്നിധിയിൽ പുറകെ പിടിക്കുവാൻ കഴിയപ്പെടുമെങ്കിൽ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു പറ, യെസ്, ഞങ്ങൾക്കിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ദിവസമാണ്. ആമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പരീക്ഷിച്ച ദൈവം, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്ത ദൈവം, കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച ദൈവം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വലുത് ചെയ്യുവാൻ ശക്തൻ.